പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ യൂട്യൂബിൽ കൂടെ ഈ ഗാനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടന വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇങ്ങനെ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ചില ഈരടികൾ കിട്ടുന്നതും മനസ്സിൽ ഓടി വരുന്നതുമായ ചില വചനങ്ങൾ അതിനോട് ചേർത്ത് എപ്പോഴും പറയുന്ന പോലെ ഈരടികൾ ഒന്നും വലിയ രാഗവും താളവും പല്ലവിയും അനുപല്ലവിയും ചരണങ്ങളും അനുചരണങ്ങളൊന്നും ഇല്ലെങ്കിലും ലഭിക്കുന്ന ഗാനങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാടുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കുന്നതോർത്ത് അടിയൻ നന്ദി പറയുന്നു. ഉറ്റവരും ബന്ധുക്കളും സ്നേഹിതരും എല്ലാം കൈവിടുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മാറാത്തവനാണ്. മലാക്കി 3:6 പറയുന്നു, ഞാൻ മാറാത്തവനാണ്. അടുത്ത് പറയുന്നു, ഞാൻ മറക്കാത്തവനാണ്. യെശയ്യാ 49:15 അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കുകയില്ലെന്ന് അരുളിച്ചെയ്തവൻ. മുടക്കാത്തവനാണ്. സങ്കീർത്തനം 84:11 അവൻ ഒരു നന്മയും മുടക്കുകയില്ല. അടുത്ത് മറയ്ക്കുന്നവനാണ്. സങ്കീർത്തനം 91:1 മുതൽ 4 വരെ വായിച്ചാൽ മതി, ക്ലിയറായിട്ട് കിട്ടും. മറയ്ക്കുന്നവനാണ്. ഏത് സാഹചര്യത്തിലും കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വാഗ്ദത്തം തന്നുകൊണ്ട് മത്തായി 28:20 ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഈരടികളാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, യോഹന്നാന്റെ സുവിശേഷം 10:28-29 പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു. എൻ്റെ കരങ്ങളിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ല. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. അവൻ്റെ കരങ്ങളിൽ നിന്ന് ആർക്കും ഒരു നാളും പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. ഒത്തിരി വാഗ്ദത്ത വചനങ്ങൾ കിടപ്പുണ്ട്. ഭയപ്പെട്ടും പേടിച്ചും വിറച്ചും ഒക്കെ ഇരിക്കുന്നവർക്ക് ഒരാശ്വാസമായി ഈ തിരുവചനങ്ങൾ തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഇതിന് ഓരോ ഈരടികൾക്കും ഓരോ വചനങ്ങളുണ്ട്. അത് ദൈവാനുവദിച്ചാൽ പറ്റുകയാണെങ്കിൽ ഞാൻ പിന്നെ ലാസ്റ്റിൽ പറയാം. ഓക്കെ, പ്രാർത്ഥനയോടെ. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ഈണം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. മറന്നിടല്ലേ എന്നേശുവേ, മറന്നിടല്ലേ എന്നേശുവേ, മറന്നിടല്ലേ എന്നേശുവേ, മറന്നിടല്ലേ എന്നേശുവേ. ഒരിക്കലും മറന്നിടല്ലേ ഏഴയാമന്നെ, മറന്നിടല്ലേ. ഒരിക്കലും മറന്നിടല്ലേ
ഏഴയാമെന്നെ മറന്നിടല്ലേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. കരം പിടിച്ചു നടത്തിയവൻ ഇതുവരെ എൻ്റെ പരിപാലകൻ, കരം പിടിച്ചു എന്നെ നടത്തിയവൻ ഇതുവരെ എൻ്റെ പരിപാലകൻ. ഇനിമേലോ എന്നെ നടത്തിയിടും, അന്ത്യത്തോളം എന്നെ നടത്തിയിടോ, ഇതുവരെ എന്നെ നടത്തിയിടും, ഈ അന്ത്യത്തോളം എന്നെ നടത്തിയിടോ, ഇനിമേലോ എന്നെ നടത്തിയിടും, അന്ത്യത്തോളം എന്നെ നടത്തിയിടോ. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. ജീവിതത്തിൽ പ്രതിസന്ധിയും ശോധനയോ പരിഹാസവോ, ജീവിതത്തിൽ പ്രതിസന്ധിയും ശോധനയോ പരിഹാസവോ, കൃപയേകണേ, ശക്തി നൽകണേ, ആത്മാവിൻ വരം ഞങ്ങൾ പ്രാപിക്കുവാൻ. കൃപയേകണേ, ശക്തി നൽകണേ, ആത്മാവിൻ വരം ഞങ്ങൾ പ്രാപിക്കുവാൻ. കൃപയേകണേ, ശക്തി നൽകണേ, ആത്മാവിൻ വരം ഞങ്ങൾ പ്രാപിക്കുവാൻ. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. ദുഃഖവേളയിൽ കരഞ്ഞിടുമ്പോൾ അരികിൽ വരോ അരുമനാഥൻ, ദുഃഖവേളയിൽ കരഞ്ഞിടുമ്പോൾ അരികിൽ വരോ അരുമനാഥൻ. കാറ്റടിച്ചാൽ പടകിലുണ്ട്, ഉണർത്തിടുമ്പോൾ എഴുന്നേറ്റിടോ. കാറ്റടിച്ചാൽ
പടകിലുണ്ട് ഉണർത്തിടുമ്പോൾ എഴുന്നേറ്റിടോ. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. ഭൂതലത്തിൽ ആരുമില്ലേ സ്നേഹിപ്പാൻ ആരുമില്ലേ, ഭൂതലത്തിൽ ആരുമില്ലേ നമ്മെ സ്നേഹിപ്പാൻ ആരുമില്ലേ. വൻകടങ്ങളിൽ നമ്മെ സഹായിപ്പാൻ സഹായകനായി ക്രിസ്തു കൂടെയുണ്ട്. വൻകടങ്ങളിൽ നമ്മെ സഹായിപ്പാൻ സഹായകനായി ക്രിസ്തു കൂടെയുണ്ട്. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. എൻ പ്രിയനെ പോയിടല്ലേ, എന്നെ വിട്ട് ഒരു നാളും പോയിടല്ലേ. എൻ പ്രിയനെ പോയിടല്ലേ, എന്നെ വിട്ട് ഒരു നാളും പോയിടല്ലേ. കൂടെ വരണേ എന്നും കൂടെ വരണേ, ലോകരക്ഷകനേശു കൂടെ വരണേ, കൂടെ വരണേ എന്നും കൂടെ വരണേ, ലോകരക്ഷകനേശു കൂടെ വരണേ. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. അമ്മ മറന്നാൽ അപ്പൻ മറന്നാൽ മറുവോടണയ്ക്കോ സ്നേഹസ്വരൂപ. അമ്മ മറന്നാൽ അപ്പൻ മറന്നാൽ മറുവോടണയ്ക്കോ സ്നേഹസ്വരൂപ. കാണുന്നവർ അറിയുന്നവൻ, കാണുന്നവനെല്ലാം അറിയുന്നവൻ, പൊൻകരങ്ങളിൽ നമ്മെ വഹിച്ചുകൊള്ളൂ. കാണുന്നവനെല്ലാം അറിയുന്നവൻ, പൊൻകരങ്ങളിൽ നമ്മെ വഹിച്ചുകൊള്ളൂ. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ.
വാഗ്ദത്തങ്ങളെല്ലാം ഓർക്കണമേ, വാഗ്ദത്ത നിവർത്തി കാണുവാനായി. വാഗ്ദത്തങ്ങളെല്ലാം ഓർക്കണമേ, വാഗ്ദത്ത നിവർത്തി കാണുവാനായി. ഇയ്യോബെന്ന ഭക്തനും വാഗ്ദത്തങ്ങൾ കണ്ടു, അബ്രഹാം എന്ന ഭക്തൻ വാഗ്ദത്തങ്ങൾ കണ്ടു. ഇയ്യോബെന്ന ഭക്തനും വാഗ്ദത്തങ്ങൾ കണ്ടു, അബ്രഹാം എന്ന ഭക്തനും വാഗ്ദത്തങ്ങൾ കണ്ടു. ഇയ്യോബെന്ന ഭക്തനും വാഗ്ദത്തങ്ങൾ കണ്ടു, അബ്രഹാം എന്ന ഭക്തനും വാഗ്ദത്തങ്ങൾ കണ്ടു. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. സ്വർഗത്തിലോ ഭൂമിയിലോ നിറഞ്ഞു നിൽക്കോ മഹാദൈവമേ, സ്വർഗത്തിലോ ഭൂമിയിലോ നിറഞ്ഞു നിൽക്കോ മഹാദൈവമേ. വചനമാം ദൈവം ഭൂമിയിൽ വന്നു മാനവരെ രക്ഷിച്ചല്ലോ. വചനമാം ദൈവം ഭൂമിയിൽ വന്നു മാനവരെ രക്ഷിച്ചല്ലോ. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. ഉന്നതനെ മഹോന്നതനെ പവിത്രാത്മനെ അത്യുന്നതനെ, ഉന്നതനെ മഹോന്നതനെ പവിത്രാത്മനെ അത്യുന്നതനെ, ഉന്നതനെ മഹോന്നതനെ പവിത്രാത്മനെ അത്യുന്നതനെ, നിർമ്മലനെ നീതിയിൻ സൂര്യനെ, പരിശുദ്ധൻ പരിശുദ്ധൻ പരപരനെ, നിർമ്മലനെ നീതിയിൻ സൂര്യനെ, പരിശുദ്ധൻ പരിശുദ്ധൻ പരപരനെ. മറന്നിടല്ലേ എന്നെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. മേഘവാനിൽ ദൂതരുമായി വന്നിടുമ്പോൾ ഞങ്ങൾ പറന്നേടോ, മേഘവാനിൽ ദൂതരുമായി വന്നിടുമ്പോൾ ഞങ്ങൾ പറന്നേടോ. ഞൊടിയിടയിൽ വിശുദ്ധഗണം ഒന്നായി ചേർന്ന് ഞങ്ങൾ പറന്നേടോ,
ഞൊടിയിടയിൽ വിശുദ്ധഗണം ഒന്നായി ചേർന്ന് ഞങ്ങൾ പറന്നിടോ. മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ, മറന്നിടല്ലേ എൻ്റെ പൊന്നുനാഥനെ, മറന്നിടല്ലേ എൻ്റെ പൊന്നേശുവേ. യുഗയുഗമായി വാണിടോ പ്രിയനോടൊത്തു വാണിടോ. യുഗയുഗമായി ഞങ്ങൾ വാണിടോ പ്രിയനോടൊത്തു വാണിടോ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പാട്ടുകൾ പാടി സന്തോഷിക്കൂ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പാട്ടുകൾ പാടി ആനന്ദിക്കൂ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പാട്ടുകൾ പാടി ആനന്ദിക്കൂ. പൊന്മുഖം കണ്ട് ആനന്ദിക്കൂ. കൊതിയാകുന്നേ കൊതിയാകുന്നേ അങ്ങയെ കാണാൻ കൊതിയാകുന്നേ. കൊതിയാകുന്നേ എനിക്ക് കൊതിയാകുന്നേ അങ്ങയെ കാണാൻ കൊതിയാകുന്നേ. താമസിക്കല്ലേ ഇനി താമസിക്കല്ലേ, വേഗം വരണേ എൻ പ്രേമകാന്തനേ. താമസിക്കല്ലേ ഇനിയും താമസിക്കല്ലേ, വേഗം വരണേ എൻ പ്രേമകാന്തനേ. താമസിക്കല്ലേ ഇനിയും താമസിക്കല്ലേ, വേഗം വരണേ എൻ പ്രേമകാന്തനേ. കൊതിയാകുന്നേ എനിക്ക് കൊതിയാകുന്നേ പ്രിയന്റെ പൊന്മുഖം കാണുവാനായി. കൊതിയാകുന്നേ എനിക്ക് കൊതിയാകുന്നേ പ്രിയന്റെ പൊന്മുഖം കാണുവാനായി. കൊതിയാകുന്നേ എനിക്ക് കൊതിയാകുന്നേ പ്രിയന്റെ പൊന്മുഖം കാണുവാനായി. ആമേൻ കർത്താവേ വരണമേ, 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 ആമേൻ കർത്താവേ വരണമേ. കൊതിയാകുന്നേ എനിക്ക് കൊതിയാകുന്നേ പൊന്മുഖം കാൺമാൻ കൊതിയാകുന്നേ. കൊതിയാകുന്നേ എനിക്ക് കൊതിയാകുന്നേ പ്രിയന്റെ പൊന്മുഖം കാണുവാനായി. കൊതിയാകുന്നേ എനിക്ക് കൊതിയാകുന്നേ
യേശുവിൻ്റെ പൊന്മുഖം കാണുവാനാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോശ അവസാനം പറഞ്ഞ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 5 കാര്യം അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പാട്ടിലെയ്യണമെന്നില്ല, തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, അത് ഞാൻ തന്നെ സമ്മതിക്കുന്നു. ചിലരൊക്കെ ചോദിക്കും, ഇയാൾക്ക് പാടാൻ നാണമില്ല എന്നൊക്കെ ചോദിക്കും. എനിക്കൊരു നാണവുമില്ല. എൻ്റെ പാട്ട് അപ്പന് ഇഷ്ടമാണ്. ഒരു കൊച്ചു ജനിക്കുമ്പോൾ യഥാർത്ഥ വണ്ണം ഡാഡി എന്നോ മമ്മി എന്നോ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് പറയുന്ന കേൾക്കാൻ മാതാപിതാക്കൾക്ക് ഇഷ്ടമായതുപോലെ എൻ്റെ അപ്പൻ എൻ്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് പ്രാർത്ഥിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ പാടാം. ഇതിനകത്ത് വലിയ അടിച്ചപൊളി പാട്ടോ എടാന്നും യേശുവിനെ കയറി എടാന്നും പോടാന്നും നീ എന്നൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. ഇപ്പോൾ എന്താണ് പുറപ്പാട് പുസ്തകം 33-ന്റെ 12 മുതൽ 13 വരെയുള്ള 23 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ 5 കാര്യങ്ങളുണ്ട്. മോശ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ വെളിപ്പാട് ദിവസം 15-ാം അധ്യായം നിങ്ങൾ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി. മോശയും പാട്ട് പാടുന്നു, കുഞ്ഞാടിൻ്റെ പാട്ടും അവിടെ പാടുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി. എല്ലാത്തിനും വാക്യമുണ്ട്. ആവശ്യക്കാർ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. ആവശ്യക്കാർ പറഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. ഈ പാടിയ പാട്ടിന് എല്ലാത്തിനും വചനമുണ്ട്. കാരണം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. 119 സങ്കീർത്തനം 89-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1:1. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ പേര് തന്നെ ദൈവവചനം എന്നാണ്. വെളിപ്പാട് 19:13. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. മോശ പ്രാർത്ഥിക്കുന്ന 5 കാര്യങ്ങൾ. 1, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഇത് എവിടെ നിന്ന് വന്നെന്ന് നോക്കണം. മിസ്രൈമിൽ നിന്ന് വന്ന് ഇതുവരെ പുള്ളിക്ക് വഴി അറിയത്തില്ലേ. 2 പ്രാർത്ഥിക്കുന്നു, നിനക്ക് എന്നോട് കൃപയുണ്ടാകണം എന്ന് പറഞ്ഞാൽ, കർത്താവേ നിന്റെ കൃപ എനിക്ക് വേണം, പ്രാർത്ഥിച്ചോണം. 3, നിന്റെ പ്രസൻസ് എന്നോടുകൂടെ ഇരിക്കണം. നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അങ്ങോട്ട് അയക്കരുത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അടുത്ത് പറയുന്നു, ദൈവം പറയുന്നു, മോശ പറയാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്റെ തേജസ് ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, നിനക്കെന്നെ കാണാൻ കഴിയത്തില്ല. ഞാൻ നിന്നെ പാറയുടെ മുകളിലാക്കും. ഞാൻ കടന്നു പോവും, എൻ്റെ തേജസ് കടന്നു പോവും. ഞാൻ പിൻഭാഗം മറയ്ക്കും. പിൻഭാഗം മറച്ച് ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കും. നിന്നോട് 1 പ്രാവശ്യം പാറയെ അടിക്കാൻ പറഞ്ഞപ്പോൾ നീ 2 പ്രാവശ്യം നീ പാറയെ അടിച്ചില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ പാറയുടെ പിളർപ്പിൽ തന്നെ ആക്കാം. നീ 2ാമത് അടിച്ച് കീറിയില്ലേ പാറയെ, യഹൂദന്മാരെക്കാൾ മുമ്പേ നീ അടിച്ച് കീറിയില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ പാറയുടെ പിളർപ്പിലാക്കും. എന്നിട്ട് ഞാൻ കടന്നു പോകും. ഞാൻ കടന്നുപോയി എൻ്റെ പിൻഭാഗം ഞാൻ എൻ്റെ കൈ കൊണ്ട് മറയ്ക്കും. നിന്നെ പാറയുടെ പിളർപ്പിലാക്കിയിട്ട് ഞാൻ കൈയെടുക്കും. ദൈവം പറഞ്ഞു, എന്നെ കണ്ടവൻ ഒരു നാൾ ജീവിച്ചിരിക്കുക, അതുകൊണ്ട് എൻ്റെ പിൻഭാഗം നീ കാണും. എന്താണ് ഈ പിൻഭാഗം? മർക്കോസ് 9-ാം അധ്യായവും മത്തായി 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഹെർമോൻ മലയിൽ, നമ്മൾ പറയുന്നത് പോലെ മറുരൂപ മലയല്ല, ഹെർമോൻ മലയിൽ കർത്താവായ യേശു ക്രിസ്തു മറുരൂപമായതുകൊണ്ട് നമ്മൾ മറുരൂപമലയാക്കി. ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുന്ന കേട്ടാൽ അങ്ങനെ തന്നെ അങ്ങ് പറയും, മറുരൂപമാക്കി. ഇതങ്ങനല്ല. പിൻഭാഗം കാണുമെന്നൊരു പ്രവചനം കൊടുത്തു. വിളിച്ചിറക്കിയപ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്തു, എന്നെ ഞാൻ കനാൻ ദേശത്തെത്തിക്കാന്ന്. ലാസ്റ്റിൽ പാറയെ 2 വട്ടം അടിച്ചതുകൊണ്ട് പുള്ളിക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ല. പിസ്കാ കൊടുമുടിയുടെ മുകളിൽ, നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വാഗ്ദത്ത കനാൻ കണ്ടുകൊണ്ട് ആവർത്തനം 34 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ
അവിടെ മരിക്കുന്നു. ദൂതനടക്കുന്നു, സ്വർഗത്തിലെ ദൂതനടക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ദൈവം വാക്ക് പറഞ്ഞാൽ ദൈവം മാറത്തില്ല. മോശ കനാൻ ദേശത്തെത്തിക്കാമെന്ന് പറഞ്ഞ് ഹെർമോൻ മലയിൽ ഇറങ്ങി വന്നില്ലേ? ദൈവം വാഗ്ദത്തം നിവർത്തിച്ചില്ലേ? പിൻഭാഗം കണ്ടില്ലേ? പിൻഭാഗം ആരാ? യേശുക്രിസ്തുവാ. ആ പിൻഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണെന്ന്. അപ്പോ വളരെ ശ്രദ്ധിച്ചോണേ. ആ പിൻഭാഗം താൻ കാണുവാനിടയായി. ഇത് വായിച്ച് മനസ്സിലാക്കുക. ഞാനൊരു ക്ലൂ തന്നതേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പിൻഭാഗം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പിൻഭാഗം കണ്ടു. എന്താണ് പിൻഭാഗം? യേശുക്രിസ്തുവിനെ ഹെർമോൻ മലയിൽ വെച്ച് എതിരേൽപ്പാൻ ഏലിയാവ് വന്ന കൂട്ടത്തിൽ മോശയും ഇറങ്ങി വന്നു. അവിടെ 3 പുള്ളികൾ ഇരിപ്പുണ്ട്. ഗലാത്യർ 2:9 തൂണുകളാൽ എണ്ണപ്പെട്ട 3 അവിടെ ഇരിക്കുക. അവരാണ് വിളിച്ചു പറയുന്നത്. ഒരു കുടില് ഏലിയാവിനും, ഒരു കുടില് മോശയ്ക്കും, ഒരു കുടില് യേശുക്രിസ്തുവിനും. അങ്ങനെ ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. കർത്താവ് സമ്മതിച്ചിരുന്നെങ്കിൽ യെരൂശലേമിൽ മുഴുവനും കുടിലിൻ്റെ ബഹളമായിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ കുടില് കൊണ്ട് നിറയുക, ക്രിസ്മസിനും സംക്രാന്തിക്കുമൊക്കെ. അപ്പോൾ കുടില് കൊണ്ട് അങ്ങ് നിറയുക. അപ്പം ഞാൻ പറഞ്ഞത് അതല്ല, 3 കുടിലുണ്ടാക്കാം. എൻ്റെ ആത്മീയാർത്ഥം എന്താ? തേജസ്സിൽ നിൽക്കുന്നവൻ പേര് വരെ വിളിച്ചു പറഞ്ഞു. മോശ ഏലിയാവിനെ ഈ 3 തൂണുകളാൽ എണ്ണപ്പെട്ട 3 പേരും കണ്ടിട്ടില്ല. ഇവർ കണ്ടിട്ടില്ല. പക്ഷേ അവർ തേജസ്സിൽ നിന്നപ്പോൾ നഷ്ടപ്പെട്ട തേജസ് തിരികെ പ്രാപിച്ചാൽ പേര് വിളിക്കാം. അല്ലാതെ പരിശുദ്ധാത്മാവിന് കോ 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 കൊർന്നല്യോസ് ബേ 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 പേ പേ ബേബി എന്നൊന്നും പറയത്തില്ല. വിക്കൊന്നുമില്ല. ചാക്കോച്ചൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മറിയാമ്മ എന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു. തേജസ്സിൽ നിന്നപ്പോൾ, തേജസ് അവരുടെ മേൽ മൂടിയപ്പോൾ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോണം. പറഞ്ഞു, ഒന്ന് ഏലിയാവ്, ഒന്ന് മോശയ്ക്ക്. ആ നഷ്ടപ്പെട്ട തേജസ് നമ്മൾ തിരികെ പ്രാപിച്ചാൽ, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസ്സും നമ്മൾ തിരികെ പ്രാപിച്ചാൽ, പത്രോസ് എഴുതിയ 1 ലേഖനം 5:10 തെസ്സലോനിക്കർ 2 ലേഖനം 2:9-10 വാക്യത്തിലും മഹത്വം തേജസ് പ്രാപിപ്പാണല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവ തേജസ് പ്രാപിച്ച് മുന്നോട്ട് പോകാം. ഈ തിരുവചനങ്ങളാലും ദൈവവചനത്തിൽ കൂടുള്ള ഈരടികളാലും ഓരോ വ്യക്തികൾക്കും അനുഗ്രഹവും വിടുതലും കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. മേ ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും സദൃശവാക്യം 3:16-17 വചനപ്രകാരം അവൻ്റെ വലം കയ്യിൽ ദീർഘായുസ്സും ഇടം കയ്യിൽ ഐശ്വര്യവും ധനവും മാനവും എല്ലാം ആത്മീയവും ദൈവം കൊടുത്ത് മാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. മേ ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.